നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോൺ വെജ് റൗണ്ടിൽ ഹണി ഗാർലിക് ചിക്കൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വായിലേക്ക് വരാറില്ല. അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നേരത്തെയൊക്കെ പറയുന്ന പോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പക്ഷെ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. ഒരുപാട് സമയം വേണ്ട, എന്നാലും ഒരു 40-45 മിനിറ്റ്. അതെ, പക്ഷെ നമുക്ക് അത്ര സമയം വേണ്ട. നമുക്ക് 25 മിനിറ്റ് തന്നെ നിൽക്കാൻ പറ്റും. ഹണി ഗാർലിക് ചിക്കൻ ആവശ്യമായ നമ്മൾ 2 ബ്രസ്റ്റ് പീസ് നല്ലപോലെ വാഷ് ചെയ്ത് കുറച്ച് നമ്മൾ വെള്ളം ഉണ്ടാകുന്നതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിത് സ്പൂൺ എടുത്ത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മാഗ്നേറ്റ് എന്നൊക്കെ പറയും. അപ്പം അതിനാവശ്യമായ ഒരു 4 പൗഡർ എന്നുള്ളത്, 1 സോൾട്ട്. അത് ആവശ്യത്തിന് ഇങ്ങനെ തൂക്കി കൊടുത്താൽ മതി. തൂക്കിയല്ല, തൂക്കി കൊടുത്താൽ മതി. വൃത്തിയായിട്ട് പറയല്ലേ, തൂക്കി കൊടുത്താൽ മതി. അടുത്തത് നമുക്ക് ബ്ലാക്ക് പെപ്പറാണ് വേണ്ടത് ഗൈസ്. ബ്ലാക്ക് പെപ്പർ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഈ ബ്ലാക്ക് പെപ്പറും പെപ്പറും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടും ഒന്നല്ലേ? പതുക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ്. ഇനി ഓർഗാനോ ഞാൻ ഇട്ടെ. ഒറിഗാനോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇതുപോലെ കിട്ടുന്ന സാധനം ഇരട്ടാ. ഗാർലിക് പൗഡറും കൂടി ലാസ്റ്റ് ഇടുന്നുണ്ട്. ഇത് തിരിച്ചിട്ട് ഒന്നും കൂടി ഇതേപോലെ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. തക്കുടു കൂട്ട അടി കൊടുക്കാൻ തൊണ്ട കണ്ടില്ല. അതെ, അറ്റാടി. സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്തൊക്കെയായിരുന്നു നമ്മൾ ഇട്ടത്? സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, ഇതൊരു ഫ്ലേവർ ഉള്ള സാധനമാണെന്ന് തോന്നണം. എന്താന്ന് പോലും അറിയത്തില്ല കർത്താവേ. എല്ലാം യൂട്യൂബ് ദൈവങ്ങൾക്കും സമർപ്പിച്ചു. അതെ, നമ്മൾ നിങ്ങളെ പോലെയാണ്. യൂട്യൂബിൽ നോക്കുന്നു, ഉണ്ടാക്കുന്നു. ബാച്ചിലേഴ്സ് അങ്ങനെയാണല്ലോ. അതിൽ ഒരു മടിയില്ല ഗൈസ്. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുന്നത് ഒരു ചമ്മലും ഇല്ല. അതെ, അത് എഴുതി വെച്ച് നോട്ട് നോക്കി ഉണ്ടാക്കും. പരീക്ഷിക്കുക എന്നുള്ളതാണ്. 10ാം ക്ലാസ്സിലും പ്ലസ് ടു ഞാൻ നോക്കി എന്റെ അടുത്താണ് കുക്കിംഗ് ഷോയിൽ വന്നിട്ട് തുണ്ട് വെക്കരുതെന്ന് പറയുന്നത്. 10ാം ക്ലാസ് ജയിക്കാത്തത്. നീ ജയിച്ചായിരുന്നു? മൂന്നാമത്തെ പ്രാവശ്യത്ത് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ജയിച്ചായിരുന്നു. ഞാൻ 10 തോറ്റിട്ടുള്ളൂ. ഇവള് 2 വീലറിന്റെ 4 വീലറിന്റെ ലൈസൻസ് ടെസ്റ്റിന് വരെ പൊട്ടിയവളാണ്. ഇവള് 10 പ്രാവശ്യം പൊട്ടി. ഇപ്പോഴും ഇല്ല ലൈസൻസ്. അതിന് നാട്ടുകാരെയും തപ്പും അത് ലൈസൻസ് ഉണ്ടോന്നൊക്കെ. എന്നിട്ട് ഇവിടെ ഒരു കാർ എടുത്ത് അതെ, നമ്മളത് ഒന്ന് അടിച്ച് അങ്ങോട്ട് നന്നായിട്ട് പോയിട്ട് പാടാം. അതെ, എന്നിട്ട് നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് എങ്കിലും മിനിമം, അരമണിക്കൂറാണ് വേണ്ടത്. നമുക്കിപ്പോൾ സമയപരിമിതി സന്ദർഭ ഇത് മൂലം നമ്മളൊരു 15 മിനിറ്റ് മാക്സിമം വെക്കാൻ നോക്കും. നമ്മൾ അത് ഫ്രീസറിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ മൈദയിൽ ഒന്ന് മുക്കുക. അപ്പോഴത്തേക്കും നാദ്ര ഇതിൽ കുറച്ച് ഗ്യാസ് ഓണാക്കി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തിളപ്പിക്കേണ്ടതാണ്. നമ്മൾ ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അനാവശ്യത്തിനല്ല, വെളിച്ചെണ്ണയുടെ കാശ് വളരെ കൂടുതലാണ്. നല്ല അടി കിട്ടും. പ്രത്യേകിച്ച് വീട്ടിലേക്ക് കുക്കിംഗ് പരീക്ഷിക്കാൻ പോണ കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമുക്ക് അടി കിട്ടാൻ പോണ കാര്യം വെളിച്ചെണ്ണയുടെ കാര്യത്തിലായിരിക്കും. അമ്മ തലമണ്ടൊക്കെ അടിച്ചു. കിലോയ്ക്ക് 400 സംതിങ് രൂപയാണ്. കഴിച്ചു നോക്കും. നീ വെച്ച് നോക്കിയിട്ട് പോയാൽ ഇവിടെ വെക്കണാവ് ആവട്ടെടാ, ഒന്ന് കായട്ടെ. അപ്പോഴത്തേക്കും കാഴ്ച നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഈ ഫ്ലോറിൽ, താഴത്തെ ഫ്ലോറല്ല, പൊടി, ഇതിൽ നമുക്കൊന്ന് മുക്കി പിടിച്ച് വെച്ചേക്കാം. പ്രാർത്ഥിക്കണം കൈസ് ഇടുന്നതിന് മുൻപ്, കാരണം പരീക്ഷണമാണില്ല. ഫസ്റ്റ് പീസ് നമ്മൾ വെച്ചിരിക്കുകയാണ്. സെക്കൻഡ് പീസ് നാദ്ര വെക്കുന്നുണ്ടോ? ആയിക്കട്ടെ, അതാണ് വിഷ്ണുവിന്റെ സ്നേഹം. ബ്രസ്റ്റിന്റെ ഒരു പീസ് എനിക്ക് തന്നു. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നീ കാണുന്നത് നിങ്ങൾ എന്താ വിചാരിക്കും? എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് ഇവൻ ഉണ്ടാക്കാൻ അറിയുന്നത് തെറ്റാണ്. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എന്ത് അത് താഴ്ച പാട് എന്തായിരുന്നു പാട്ട്? എനിക്ക് പാട്ട് വേണ്ട. പാട്ട് വേണം. അവര് ചാനൽ മാറ്റിക്കളയും. വേണ്ട, ഇരിക്കണം അവിടെ. അതെ, ഇത് ഫുള്ളും കണ്ടിട്ട് പോയാൽ നിങ്ങൾ നീ പാട്, ഞാൻ ഈണം പിടിക്കാം. ഒന്നാം മലക്ക് പോവണ്ടേ
അവിടുന്ന് തലകുത്തി ചാടണ്ടേ. ഇതീർന്നാ വേണ്ട, അങ്ങ് ആ പാട്ടുപാടിയുടെ ഇടയിലാണ് മറ്റേ ജ്യോതിർമയി മരിച്ചു പോണത്. അതെ അതെ, അതും എണ്ണ വീണിട്ട്. എണ്ണ വേണ്ട, ഇവൾക്ക് എന്തെങ്കിലും പറ്റിയത്. മണ്ണെണ്ണ, വെറും എണ്ണയല്ല, മണ്ണെണ്ണ. തിരിച്ചിട്ടോട്ടെ. യെസ്, നമുക്ക് അതേ കളർ കിട്ടി ഗൈസ്. ഇത് എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം? കുക്ക് ചെയ്യണ്ട, അത് നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റും, ഞാൻ ചെയ്തോളാം. ഓഹോ, ഞാൻ വേണ്ട. വേണം വേണം, നീയാണ് മെയിൻ. ഞാനാണ് മെയിൻ ഷെഫ്. നീ മാസ്റ്റർ ഷെഫ്. അയ്യോ ഹൗസ് അയ്യോ ഷെഫ്, അയ്യോ ഹൗസ് ഓണർ. അങ്കനമാർ മൗലേമണി തിങ്കളാശേ. ബാക്കി മൊഴികൾ നൽകി മാണിക്യവാസന മൊഴികൾ നൽകി ദേവി പഴയൊരു തമ്പുരു. കളിക്കണില്ല അപ്പൊ നീ ഞാൻ ആർക്ക് വേണ്ടി താളം പിടിച്ചത്? എന്നിട്ട് അപ്പുറത്തെ ടി വി കൊണ്ടാക്കാൻ പോണം തന്നെ. ഇനി തിരിച്ചിട്ടു. കളർ മാറണില്ലല്ലോ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡ്. അപ്പോൾ നമ്മളുടെ ഫ്രൈ കുറച്ചായി വന്നിട്ടുണ്ട്. നമുക്ക് സമയപരിധി, ഒരു ഗോൾഡൻ ഷെയ്ഡ് അല്ലേ? ആ ഒരു സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി, നമുക്ക് സമയപരിധി കൊണ്ട് അധികം ടൈം വെക്കാൻ പറ്റില്ല. സോ അതിൽ നിന്ന് മാറ്റി 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 വെക്കാം. കളിക്കില്ല മാറ്റി. എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ബട്ടർ, അടുത്ത നമുക്ക് വേണ്ട ആവശ്യമായ സാധനം ഉണ്ടാക്കാം. അനക്കി പിടിക്കില്ല, അമ്മയ്ക്ക് പിടിക്കാതെ ഒരു പകുതിക്ക് നിർത്തരുത്. അടിയിൽ നോക്കൂ. ആ, പകുതിയിൽ നിർത്തിയിട്ട് എന്നെ കുറ്റം പറയാം. ഇത് വെക്കൊന്ന്, അത് മാറ്റണ്ട, അതുള്ളതാ. വെക്കത്, ഇത് വെക്കത് വേണ്ട, അതുള്ളതാണ്, അതില് മാറ്റല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മളപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് നേരത്തെ ഉണ്ടാക്കിയ പാനിൽ തന്നെ ഓക്കെ ബട്ടറാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. പക്ഷേ അത് നിങ്ങൾ എന്തോരം ചിക്കനാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഓക്കെ, അതെ അതെ. ഓക്കെ, അപ്പം ഞങ്ങൾ ബട്ടർ ഇട്ടു. ബട്ടർ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെളുത്തുള്ളി, ഗാർലിക്, അതിട്ട് നമുക്കൊന്ന് വശക്കാം. അതൊന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലപോലെ വഴറ്റുക. വഴറ്റുക. ഓക്കെ, വഴറ്റുക. ഓക്കെ, നമ്മളുടെ ഗാർലിക് ഒരു വഴറ്റി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഹണി ഒഴിക്കാം. അടുത്ത് നമ്മൾ സോയ് സോസ് ഒഴിക്കാൻ പോവുകയാണ്. സോയാ സോസ് അല്ലേ? അതെ, സോയ് സോസ് എന്ന് പറയും. സോയാ സോസ്, സോയയുടെ ആ വീഡിയോയിൽ അങ്ങനെ എഴുതിയേക്കുന്നത് സോയ് സോസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഒഴിച്ചോ. ഓക്കെ, അടുത്ത് നമ്മൾ സോയ് സോസ്, സോയാ സോസ് എന്ന് ഇവർ ലോക്കൽസ് പറയും. ഞാൻ US പഠിച്ചത്. അത് കുഴപ്പമില്ല. ഇനി അടുത്തത് നമുക്ക് ടബാസ്കോ സോസ്. എന്താണെന്ന് പോലും ടബാസ്കോ സോസ് ഇത് നമ്മുടെ സെയിം ലൈക്ക് കെച്ചപ്പ് പോലെയാണ്. ഇതിപ്പോൾ ഞാൻ ഷെഫിനോട് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇടുന്നു. കുറച്ച് ടെർമറിക് പൗഡർ. ടെർമറിക് ഒന്നും ഇല്ല. ടെർമറിക് എന്ന് പറഞ്ഞാൽ എന്താ, മഞ്ഞപ്പൊടിയാണ്. ഗാർലിക് പൗഡർ, പേര് മാറിപ്പോയതാ. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊക്കെയാണ് എനിക്ക് വന്നത്. പിന്നെ എവിടെ നോക്കിയാ പറഞ്ഞത് ഇപ്പം? എന്ത്? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നാട്ടുകാരുടെ മഞ്ഞപ്പൊടി. എന്തിന് മഞ്ഞപ്പൊടിയില്ല, എനിക്ക് മാറിപ്പോയി. പൗഡർ ഞാൻ ഉദ്ദേശിച്ചത് പൗഡർ തന്നെ, ഗാർലിക് പൗഡർ. കുറച്ച് ഗാർലിക് പൗഡറും കൂടി ഇതിലോട്ട് ഇടാം. ഞങ്ങളുടെ ഷോ ഡയറക്ടർ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെയാണ് ഉറ്റുനോക്കുന്നത്. നിങ്ങളൊക്കെ പോയിട്ട് കുറച്ച് ഇപ്പൊ ഒരു മീൻ പൊരിച്ചിയുടെ പാകത്തിനായിട്ടുണ്ടല്ല, പക്ഷെ മീനുമായിട്ട് ബന്ധമില്ല ഞങ്ങൾക്ക്. ഇളക്കി ഒരു പരുവത്തിനായിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് തീ കൂട്ടിയിട്ടാണ് ചെയ്തത്. ഞാൻ തീ ഓഫാക്കി. തീ കുറച്ച് ഈ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല.
ഇപ്പൊ എന്തായിട്ടുണ്ടാവോ എന്തോ ദൈവമേ. എന്തിന് പ്രതീക്ഷ കേട്ടോ, അതായത് പുകയുന്നു. നമ്മളുടെ ഹണി ഗാർലിക് ചിക്കൻ Ready ആയിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, എന്താവോന്ന് അറിയില്ല. പക്ഷെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. സംഭവം ഇടയ്ക്ക് വെച്ച് നമുക്ക് പാളിയോ എന്നൊരു ഡൗട്ട് തോന്നിയായിരുന്നു. പക്ഷെ നമ്മളത് തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. ആ ശ്രമം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ഷെഫാണ് പറയേണ്ടത്. അതെ, എന്നാലും എൻ്റെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗൈസ്. അതെ. അപ്പൊ നമ്മൾ തിരിച്ചും കൂടി ആ എണ്ണ കളയാൻ വേണ്ടി എണ്ണ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ എടുത്ത് മാറ്റുവാണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഹണി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലും ഷെഫിന്റെ കയ്യിലാണ്. നമുക്ക് കണ്ട് അറിയാം, കേട്ടറിയാം. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ കോൺഫിഡൻസ് ആണ്. ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ പുതിയ ആൾക്കാരല്ലേ, ഉണ്ടാക്കി എക്സ്പീരിയൻസ് ക്ഷമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനിയും ബെറ്റർ ആക്കാൻ ഓക്കെ, നമുക്ക് അവിടെ കാണാം.